ഫാമിലിയുടെ ഓണം സെലിബ്രേഷനാണ്. എല്ലാവരും സെറ്റായി ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണക്കുകൾ ശരിയാണെങ്കിൽ ഏതാണ്ട് 1 മാസമായി ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ തുടങ്ങിയിട്ട്. ഇതുവരെ സെലിബ്രേഷൻ അവസാനിച്ചിട്ടില്ല. ക്രിസ്മസ് വരെ നീണ്ടു പോകാനും ഒരു ചാൻസ് ഉണ്ട്. ശരിക്കും നാട്ടിലാണെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. നാട്ടിലേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓണം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ആഘോഷിക്കുന്ന പ്രവാസികളാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷനായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സെലിബ്രേഷൻ. എൻ്റെ ഓണം സെലിബ്രേഷൻ്റെ കലാശക്കൊട്ടാണ് കേട്ടോ. ഇനി എനിക്ക് അങ്ങോട്ട് ഓണം സെലിബ്രേഷനിൽ ഞങ്ങൾ ക്രിസ്മസ് ആണ് അടുത്ത ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സെലിബ്രേഷൻ വരുന്നത്. അടിപൊളി ഡേ ആയിരുന്നു. എല്ലാവരും കൂടി കൂടിയിട്ട് ആട്ടവും പാട്ടും മേളമായിട്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മോർണിംഗ് സെക്ഷൻ ഫുൾ കലാപരിപാടികളായിരുന്നു. അതിനുശേഷം നല്ല വിഭവസമൃദ്ധമായ സദ്യ. അതിനുശേഷം നമ്മൾ ആഫ്റ്റർനൂൺ സെക്ഷൻ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തത് ഗെയിംസിന് വേണ്ടിയിട്ടായിരുന്നു. സദ്യ ഒന്നും പറയാനില്ല. അവസാനത്തെ സദ്യയാലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിനി ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ല സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇക്കഴിഞ്ഞ ഓണാഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ചത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഓണം സെലിബ്രേഷനാണ്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി. ഞങ്ങളെപ്പോലെ ഇനിയും ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഓണം സെലിബ്രേഷൻ്റെ റാപ്പപ്പാണ് ഇവിടെ. ഇനി 2026 ഓണത്തിലാണ് ഓണം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക. ബൈ ബൈ.